രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ വളരെ ചുരുക്കം മാത്രമാണ് ഉള്ളത്. കേരള കലാമണ്ഡലം എന്ന സ്ഥാപനമാണ് ഞങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അതിൽ മാറി മാറി വരുന്ന ഭരണാധികാരികളെ എപ്പോഴും കൂടിയാട്ടം എന്ന കലയെയും കൂടിയാട്ട കലാകാരന്മാരെയും എന്നും സ്നേഹിച്ചിട്ടുള്ളവരാണ്. അത് പഴയ ആളുകൾ മുതൽക്ക് എന്താ വെച്ചാൽ മറ്റ് കലകളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൂടിയാട്ടത്തോട് എന്തോ ഒരു വലിയ പ്രത്യേകത എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം കല കൂടിയാട്ട കല ഏകദേശം ഒരു നാമാവശേഷമായ ഒരവസ്ഥ കൂടിയാട്ടത്തിനുണ്ടായിരുന്നു. അതിടയ്ക്ക് ചില കൊല്ലങ്ങളിലെ കുട്ടികൾ വളരെ കുറവാകും. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആളുകളുടെ ശ്രദ്ധ കുറച്ച് കുറയും. അപ്പോൾ അതൊന്ന് താഴും. പിന്നെ അതിൻ്റെ ഇരട്ടി ഉയരത്തിൽ പൊന്തി വരും. എപ്പോഴും നല്ലൊരു വിഭാഗം അധ്യാപകരും പഠിക്കാൻ കുട്ടികളും അത് ആ സ്ഥാപനത്തിൻ്റെ ശ്രേയസ്സിന് എന്നും ഒരു അലങ്കാരമായിരിക്കും. ഇപ്പോഴും കേരള കലാമണ്ഡലത്തിൽ കണ്ടാൽ പറയും, ഈ കുട്ടി കലാമണ്ഡലത്തിൽ പഠിച്ചതാണല്ലോ എന്ന് പറയും. കൂടിയാട്ടക്കാർ മാത്രമല്ല, ഏത് വിഭാഗം കലകളിലുള്ള ആളുകളാണെങ്കിലും കലാമണ്ഡലത്തിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ കണ്ടാൽ വേർതിരിച്ചറിയും. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ തീരെയൊരു പ്രശ്നമൊക്കെ ഉണ്ട്, അതൊക്കെ മറക്കണം നമ്മൾ. കാരണം ചില വിഭാഗത്തിലെന്നൊന്നും പറയുന്നില്ല, കണ്ട മുണ്ട് ഒന്നും കൂടി മടക്കി ചുറ്റിപ്പോകുന്ന കുട്ടികളുണ്ട്. അതുണ്ട്, അതൊരു ദോഷവശം തന്നെയാണ്, പറയാതിരിക്കാൻ നിർത്തിയില്ല. പിന്നെ നമ്മളങ്ങനെ ഒന്ന് നല്ലോണം നോക്കിയാൽ ആ മടക്കി കുത്തിയ മുണ്ടൊരഴിച്ചിട്ട് ഉള്ളിൽ വേറെയാവും ചിന്ത. എന്നാലും ഇയാൾക്ക് ഈ വഴിക്ക് വരേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെയാവും ചിലപ്പോൾ ചിന്ത. എങ്കിലും കലാമണ്ഡലത്തിൽ പഠിച്ചു, അതേപോലെ കലാമണ്ഡലത്തിൽ നിന്ന് വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശ്രേയസ് എടുത്തു പറയേണ്ടതാണ്. ആ സ്ഥാപനത്തിനോട് ഇത്രയും അധികം സ്നേഹമുള്ള ഭരണാധികാരികളും, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഭരണാധികാരികളും ഇപ്പം നിലവിലുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ എന്നും, ഞങ്ങളൊക്കെ റിട്ടയറായി എങ്കിലും എൻ്റെ ഒരു ചെറിയൊരു വേഷമുണ്ട്, വയ്യ, എന്നാലും ചെറുതായിട്ട് കുറച്ച് നേരം ഉണ്ട്. ഒരു പക്ഷേ അല്ല, മിക്കവാറും 99% ചിലപ്പോഴല്ല 100% ഈ അഭിനയ കല ഞാൻ നിർത്തും. എങ്കിലും അത്യാവശ്യം ഡെമോൺസ്ട്രേഷനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു മാസം കൂടി കഴിയുമ്പോൾ ഗുരുവായൂർ അതിഗംഭീരമായിട്ടൊന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും ചെയ്തു, ഇന്ന തരത്തിലാണ്, വേഷം ഉണ്ടാവില്ല ഇനി. അത് കേരള കലാമണ്ഡലത്തിൽ വെച്ച് നിർത്തുകയാണ്. 31-ാം തീയതി എൻ്റെ ഗുരുനാഥൻ നാട്യകലാ സാർവഭൗമൻ പരിമളൻ രാമചാക്യാരാശാൻ്റെ ഈ ചരമദിനം എന്നല്ല പറയണ്ടേ. അപ്പം ഞാൻ വേറൊരാളോട് ചോദിച്ചു, എന്താ പറയേണ്ടത്? ഓർമ്മ ദിനം എന്ന് പറഞ്ഞു. ഭേദം ചരമദിന എന്ന് മനസ്സിൽ തിരിച്ചു. എങ്കിലും 31-ാം തീയതി ഒരു ചെറിയൊരു വേഷവും ഉണ്ട്. പാർവതി വിഗ്രഹം മാത്രമായിട്ടാണ്. കൊട്ടാൻ കലാമണ്ഡലം ഈശ്വരനുണ്ട്. ഈശ്വരനി അവിടുന്ന് തുടങ്ങി കൈലാസോദരണം കൂടി വേണമെന്ന്, വെറുതെ ഇരിക്കാൻ വയ്യ എനിക്ക്, എന്നിട്ടാണ് കൈലാസോദരണം. എങ്കിലും ഈശ്വരനിലെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു, പീഠത്തിൽ ഇരുന്നിട്ടാണെങ്കിലും പർവ്വതം ഒന്ന് എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് ഒരു 2-3 തവണ എറിഞ്ഞ് പാർവതി വിഗ്രഹത്തിലേക്ക് കിടക്കും. ആ പരിപാടി കാണാൻ ഞാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വന്ന് എന്നെ മാത്രമല്ല, കൂടിയാട്ട കലാകാരന്മാരെ, അതിൽ പ്രത്യേക വേഷമെന്നോ മിഴാവെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാ കലാകാരന്മാരെയും അകമഴിഞ്ഞ് നിങ്ങൾ അനുഗ്രഹിക്കണം എന്നൊരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ച് എൻ്റെ വാക്കുകൾ
നിർത്തുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ എല്ലാ വലിയ വ്യക്തികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഇങ്ങനെയൊരു സായാഹ്ന അത് ഒരു കർട്ടൻ റൈസറായി ഉപയോഗിക്കാൻ കലാമണ്ഡലത്തിന് കഴിയുക, അതിനെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇതിൻ്റെ എല്ലാം അധീനരായ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വിഷൻ എന്ന്. അപ്പോൾ പറയാമോ? എന്നാലും ഞങ്ങൾക്ക് ഏകദേശം അറിയാം വിഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം ഇവിടെ താമസിച്ച് അടുത്ത പുസ്തകം എഴുതാനുണ്ട്. അത്ര എന്ന് വെച്ചാൽ ഇവിടെ വന്ന് താമസിച്ച് ഈ അന്തരീക്ഷത്തിൽ എഴുതിപ്പോവും കൊണ്ട് പറയുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇത് ഈ ഒരു അന്തരീക്ഷം തന്നെ ഒരു കലയാണ്. ഒരു കലയുടെ അന്തരീക്ഷം ഈ കാണുന്നതിൽ തന്നെ ഉണ്ട് എന്നാണ്. ഏതായാലും ഈ കുടിയാട്ടം നമുക്കറിയാവുന്നതുപോലെ അതൊരു ഭരതമുനി ഇത് എഴുതിയത് 2000 കൊല്ലം മുമ്പാണ് നാട്യശാസ്ത്രം എഴുതിയത്. അതിനെ നിലനിർത്തിപ്പോകുന്നത് കേരളവും നിലനിർത്തി പോകുന്നത് കൂടിയാട്ടത്തിലൂടെയാണ്. പക്ഷെ ആ കൂടിയാട്ടം എല്ലാവരിലേക്കും എത്തിച്ചത് കലാമണ്ഡലം അന്ന് ചാക്യാര് അന്നതിന് പുറപ്പെട്ടില്ലായിരുന്നു എങ്കിൽ കലാമണ്ഡലത്തിലെ കൂടിയാട്ടം തുടങ്ങുന്നതിനെ പറ്റിയിട്ടുണ്ടായ എതിർപ്പും അതിനെതിരായ പരിഹാസങ്ങളും ഒക്കെ ഇപ്പോഴും നിങ്ങൾക്കറിയുണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഇത് സമൂഹത്തിലേക്ക് വന്നതിൻ്റെ അനുസ്മരണമാണ് നമ്മൾ നാളെ മുതൽ നടത്താൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചാക്യാരത് പൈങ്കുളൻ രാമചാക്യാരത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കൂടിയാട്ടം പിടിക്കാൻ ഈ 4 കുട്ടികൾ രാമചാക്യാരും ശിവനമ്പൂതിരിയും ഗിരിജയും ഒക്കെ വന്നില്ലായിരുന്നുവെങ്കിൽ അവരിതുപോലെ ഈ കൂടിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയും, അത് ഈ മയിലിനെ പോലെയാണ് അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. ഒരു കഥയെന്ന് പറയുന്നത് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതാണ്. അത് ആകർഷകമാകുന്നത് ഈ മയിലിങ്ങനെ ആടുമ്പോഴാണ്. ഒരൊറ്റ വാക്യം എടുത്തിട്ടാവും ആടുക. ആ മയിലിൻ്റെ ഒരു ആട്ടം അതാണ് നമ്മൾ അരങ്ങി കാണുക. ഇപ്പോൾ ഗിരിജയും ശിവനമ്പൂതിരിയും ഒക്കെ കാണിക്കുന്നത് 1-2 വാക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരാശയത്തെ ഇങ്ങനെ വിടർത്തി ആടുവാണ്. അങ്ങനെ ആടുന്നതിനും അത് കാണുന്നതിനും മലയാളിക്ക് മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുള്ള സഹൃദയർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് കലാമണ്ഡലമാണ്. അതിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ കൂടിയാട്ട മഹോത്സവം ഇവിടെ നടത്തുന്നത്. അതിന് ഇതിനേക്കാൾ പറ്റിയ ഒരു അന്തരീക്ഷമോ ഇതിനേക്കാൾ പറ്റിയ ഒരു പരിസരമോ ഇല്ല അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ രീതിയിലും വളരെ ശുഭതത്വമായ രീതിയിൽ ഈ പ്രകൃതി ഭംഗി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ തന്നെ ഇത് ചെയ്യാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് ഈ കലാമണ്ഡലത്തിന് ഞാൻ ഈ പറഞ്ഞില്ലേ മയിലാട്ടത്തിൻ്റെ ഒരു വർണ്ണഭംഗിയുണ്ടല്ലോ, ആ വർണ്ണഭംഗിയെ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഈ അന്തരീക്ഷത്തിന് സാധിക്കും. അതൊരു നല്ല തുടക്കമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്നത്തെ ഈ കർട്ടൻ റൈസർ എന്നൊന്നും പറയാറില്ല കേട്ടോ, നമുക്ക് കർട്ടൻ മാറ്റലേ ഉള്ളൂ. കൂടിയാട്ടക്കാർക്ക് റൈസ് ചെയ്തില്ല. എന്തായാലും
ഈ ഒരു തുടക്കം ഒന്നാന്തരമായി അതിമനോഹരവും ആവർജകവുമായി അതിന് ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഇത് ഒതുക്കിയ ഞാൻ എല്ലാ രീതിയിലും അഭിനന്ദിക്കുകയും തുടർന്നും കലാമണ്ഡലത്തോട് സഹകരിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് പറയുകയും ചെയ്യുകയാണ്. ഈ ഹോർട്ടിസ് മലബാറിക്കസ് എന്ന പേര് തന്നെ ഞാനിവിടെ കുറേ നടന്നു കണ്ടു. ആ പേരിന് തന്നെ ഒരു മാസ്മരികതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ സസ്യ സമൃദ്ധിയെ ഈ ലോകത്തിൻ്റെ മുൻപിൽ കാണിക്കുകയും മലയാളത്തിലെ അക്ഷരങ്ങളെ ആദ്യമായി അച്ചിൽ കൊണ്ടുവരികയും ചെയ്തൊരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ഈ പരിസരം. തീർച്ചയായിട്ടും ഇപ്പോൾ യുനെസ്കോ വരെ അംഗീകരിച്ചിരിക്കുന്ന മാനവ പൈതൃകത്തിൻ്റെ അമൂല്യമായൊരു പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്ന ഈ കൂടിയാട്ടത്തെ ഈ ഹോർട്ടിസ് മലബാറിക്കസിൻ്റെ ഓർമ്മയുമായി ചേർത്ത് വയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ഒരു ആശയത്തിൻ്റെ, വലിയ ഒരു സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അത് നമുക്ക് വളരെ ഭംഗിയായി കഴിയട്ടെ. ഈ ഊർജം നമുക്ക് നന്നായി കൊണ്ടുപോകാൻ പോകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ മുൻപിലുള്ള കൂടിയാട്ടം പഠിക്കുന്ന കുട്ടികളോടും കൂടിയാട്ട അധ്യാപകരോടും പറയാനുള്ളത്, ഇനി കൂടിയാട്ടത്തിൻ്റെ ഭാവി നിങ്ങളുടെയൊക്കെ കയ്യിലാണ്. ഞങ്ങളൊക്കെ കുറേ പാടുപെട്ടിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. പോലുള്ള ആളുകൾ ഇപ്പോഴും നിങ്ങൾ പറയുന്നൊന്നും കേട്ടിരിക്കരുത്. ആശാ 31-ാം തീയതി കൊണ്ട് നിർത്താൻ പോകുന്നില്ല. എനിക്കറിയാം, ഉറപ്പാണ് നിർത്താൻ പോകുന്നില്ല. ഒരു മിളാവിൻ്റെ ഒച്ച കേട്ടാല് ആശാന്റെ താളം പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ കുറേ പാടുപെട്ടിട്ടുണ്ട്. പാടുപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കൂടിയാട്ടത്തോടുള്ളൊരു വല്ലാത്ത ആത്മീയ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരെന്താ എനിക്കറിയില്ല. ആ ഒരു ആത്മീയമായി കൂടിയാട്ടത്തോട് നമുക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു ആവേശത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നിങ്ങളൊക്കെയാണ് എന്ന് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്. ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചുകൊണ്ട് അവരുടെ ഊർജത്തിന് മുൻപിൽ ഗുരുനാഥൻ നമുക്ക് പകർന്നു നൽകിയ ആ കൂടിയാട്ടത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ മയിലാട്ടം വർണ്ണ ശബളിമയാർന്ന് തുടരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിന് പറ്റിയ ഒരു തുടക്കം നമുക്ക് ലഭിച്ചതിന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആർദ്രമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇതൊരു പൗലോസ് മാഷ് പറഞ്ഞ ഇതൊരു തുടക്കമാണ്. ആദ്യമേ തന്നെ ഈ ഒരു അന്താരാഷ്ട്ര കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്ന കൂടിയാട്ട വിഭാഗത്തിന്, കൂടിയാട്ട കലാകാരന്മാർക്കും എല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഒരു ഞങ്ങളുമായിട്ട് അല്ലെങ്കിൽ കലാമണ്ഡലവുമായിട്ട് ചേർന്ന് നിൽക്കാനും ഞങ്ങളുടെ പദ്ധതികളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാനും ഉള്ള മനസ്സ് കാണിച്ച ഡോക്ടർ സാം സന്തോഷിന് നന്ദി അറിയിക്കുന്നു. കാരണം മാറുന്ന സമയത്തിനനുസരിച്ച് നമ്മുടെ പാരമ്പര്യത്തിന് പുതിയ സന്ദർഭങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പൈങ്കുളം ചാക്യാർ അവർ 1949 മുതൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെയും യത്നങ്ങളുടെയും ഫലമായിട്ടാണ് കൂടിയാട്ടത്തിന് ഒരു പൊതു ഇടത്തിൽ സ്ഥാനം ലഭിക്കുന്നതും അത് മറ്റുള്ള ഒരു ഒരു പൊതുസമൂഹത്തിൽ അതിന് എല്ലാവർക്കും പ്രാപ്യമായ ഒരവസ്ഥ ഉണ്ടാവുന്നതും. അതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നതും ഇതിനൊരു ഫെസ്റ്റിവൽ നടത്തുന്നതും ഒക്കെ തന്നെ. എന്നാൽ അതിനുശേഷം നമ്മൾ എത്രമാത്രം പുതിയ പുതിയ സന്ദർഭങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പിന്നിലേക്ക് നോക്കേണ്ടതുണ്ട്.
അത് ഒരു പുതിയ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഒരു ലക്ഷ്യമാവേണ്ടതുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഏതൊരു സാംസ്കാരിക സ്ഥാപനവും ഒരു കൺസർവേറ്ററി എന്ന നിലയിലൊരു പാരമ്പര്യ കലകളെ കൈകാര്യം ചെയ്യുമ്പോൾ കാണേണ്ടത് പാരമ്പര്യം എന്നത് ഒരു പഴയ പ്രതിഭാസമല്ല, മറിച്ച് ഒരു സമകാലിക പ്രതിഭാസമാണ്. ആധുനികതയോടൊപ്പം തന്നെ ഒരു ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതിന് പുതിയ മാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, പുതിയ ധർമ്മങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഒരിക്കലും ഒരു പഴയ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു റിവൈവലിസ്റ്റ് ഒരു പരിപ്രേക്ഷ്യത്തോടു കൂടി പോകേണ്ടതല്ല. അതിന് ഇങ്ങനെയുള്ള വേദികളാണ് ഉണ്ടാവേണ്ടത്. വീണ്ടും ധാരാളം ഇന്നോവേഷൻസ് ഈ മേഖലയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് എപ്പോഴും ഞങ്ങളോടൊപ്പം ശ്രീ സ്വാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങൾ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ടല്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിലുള്ളത് മാസത്തിൽ ഒരു ദിവസം ഒരു കൂടിയാട്ടം ഓർത്തോസ് മലബാർ കോഴ്സിൽ നടക്കുക, അങ്ങനെയൊക്കെയുള്ള ചില പദ്ധതികളുണ്ട്. അതോടൊപ്പം നമ്മളിപ്പം കലാമണ്ഡലത്തിൻ്റെ ഒരു കൊച്ചി സെൻറ്റർ മിക്കവാറും ഒരു ആഗസ്റ്റ് മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. അത് കലാമണ്ഡലത്തിൻ്റെ ഒരു ഔട്ട്റീച്ച് സെൻറ്റർ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പുതിയ ഒരു കൾച്ചറൽ സർക്യൂട്ട് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കലാമണ്ഡലം. ആ ഒരു സംരംഭത്തിൽ തീർച്ചയായിട്ടും 2 ഹെറിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പാരമ്പര്യത്തിൻ്റെ 2 സ്ഥാപനങ്ങൾ, ഒന്ന് നമ്മുടെ ഒരു സസ്യസമ്പത്തിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുന്ന ഓർത്തോസ് മലബാറിക്കോസും കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക ആവിഷ്കാരങ്ങളുടെ ഒരു കേന്ദ്രമായ കേരള കലാമണ്ഡലവും കൈകോർക്കേണ്ടതുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീ സന്തോഷം നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു. നമസ്കാരം. സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട ശക്തികളെ, ഇന്നത്തെ ദിവസം ഞാൻ 3ാമത്തെ മീറ്റിങ്ങിലാണ് പങ്കെടുക്കുന്നത്. ആദ്യത്തെ 2 മീറ്റിങ്ങിനെ കുറിച്ചുകൂടെ സൂചിപ്പിക്കണമെന്ന് തോന്നുന്നു. രാവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം, അവിടെ വിവരസാങ്കേതിക വിദ്യയും ഹ്യൂമാനിറ്റീസും ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്നൊരു വിഷയത്തിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ മുഖ്യപ്രഭാഷണത്തിലെ കീനോട്ട് സ്പീക്കറായിട്ട് ക്ഷണിച്ചത് കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എന്താണ് ഇതിൻ്റെ സാങ്കത്യം, കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ എങ്ങനെയാണ് വിവര സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന ടെക്നോക്രാറ്റ്സിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളൊരു സാങ്കത്യം സാറത് സൂചിപ്പിക്കുകയുണ്ടായി. നിർമ്മിത ബുദ്ധിയുടെയും പോലെ വിവരസാങ്കേതിക വിദ്യയും കലയും സംസ്കാരത്തിൻ്റെയും പ്രചരണത്തിനും പോഷണത്തിനും എങ്ങനെ ഉപയോഗിക്കാം. സ്വാഭാവികമായിട്ടും ഈ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു നവീന ശാഖ ഉദയം ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് നമുക്കൊക്കെ സഹകരിക്കാൻ പറ്റുക എന്നതായിരുന്നു ആ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം. 2ാമത്തെ മീറ്റിംഗ് കൊച്ചി ബിനാലെ എങ്ങനെയാണ് കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നതായിരുന്നു. വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടുത്ത മാസം ബിനാലേക്ക് പ്രധാനമായും 2 വേദികളാണ് കൊച്ചിയിലുള്ളത്. ഒന്ന് ആസ്പിൻ വാൾ ഇവിടെ ഗോഡൗൺ, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഒരു ജയിൽ, പോർച്ചുഗീസ് ഫ്രീഡം ഓഫ് ജയിൽ, ആ ജയിലും വെന്യൂ ആണ്. ഈ 2 വെന്യൂവിൻ്റെ നടുക്ക് ഏകദേശം 100 താഴെ ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള സംവിധാനമാണ് നമ്മളവിടെ ഒരു ഔട്ട്റീച്ച് സെൻ്ററായിട്ട് തുടങ്ങുന്നത്. സാൻസാറിൻ്റെ ഒരു ആശയമായിരുന്നു ബിനാലെ നടക്കുന്ന ദിവസം എല്ലാ ദിവസവും അവിടുന്ന് കലാമണ്ഡലത്തിലേക്ക് കണ്ടക്ടർ ടൂർ സംഘടിപ്പിക്കുക വരുന്നവർക്കെന്നുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലാമണ്ഡലം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുവാനുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പൗലോസാറിന് ശേഷം ഈ കലയുമായിട്ടൊക്കെ നിരന്തര ബന്ധമുള്ള വൈസ് ചാൻസലർമാർ ഉണ്ടായത് പിന്നെ എം ഇ നാണ മാഷ് വന്നപ്പോഴാണ്. അതിനുശേഷം അനന്തകൃഷ്ണ സാറ് വന്നപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഈ നവംബർ മാസത്തിൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ
സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള ഏകദേശം 25ഓളം അന്താരാഷ്ട്ര തലത്തിലുള്ള തിയേറ്റർ പ്രൊഫസർമാർ കലാമണ്ഡലത്തിൽ വരുന്നുണ്ട്. അതുപോലെ വിദേശ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരുടെ വർക്ക്ഷോപ്പുകൾ, അങ്ങനെ തീർച്ചയായിട്ടും ഒരു കലാസ്ഥാപനം വെറും കലാപ്രകടനം മാത്രമല്ല, അതിനെ ഒരു ജ്ഞാനശാഖയായി കണ്ടുകൊണ്ട് അക്കാദമിക തലത്തിലും പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കൂടിയാട്ടം വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ കൂടിയാട്ടം ഫെസ്റ്റിവലും അന്താരാഷ്ട്ര കോൺഫറൻസും. വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ പറഞ്ഞാൽ മിനിമം ഒരു 10-20 മാസമെങ്കിലും, ഒരു വർഷത്തേക്കുള്ളിൽ എന്തായാലും വേണ്ടതാണ്. ഇത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, ഏകദേശം 1.5 മാസം കൊണ്ടാണ് അവർ സംഘടിപ്പിച്ചത്. വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ കൂടിയാട്ട എന്ന ഒരു കലാരൂപത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള മിക്കവാറും എല്ലാവരെയും ഇതിൽ പങ്കെടുപ്പിക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒട്ടേറെ ഡിസ്കഷൻസ്, ചർച്ചകളും അതുപോലെയുള്ള പബ്ലിക് സെഷൻസും ഉണ്ട്. ഒപ്പം തന്നെ കലാവതരണങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളിലും പല മഠങ്ങളിലും ഒക്കെ ആയിട്ട് കൂടിയാട്ടം ചെയ്യുന്ന പല കേന്ദ്രങ്ങളിലുള്ള ആൾക്കാരെ സമ്മേളിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു തുടക്കമാണ്. തീർച്ചയായിട്ടും കൂടിയാട്ടത്തിൽ ഇപ്രാവശ്യത്തെ UGC അപ്പോയിൻമെൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ കലാമണ്ഡലത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നല്ല മികച്ച കലാകാരന്മാരെ അപ്പോയിൻ്റ് ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി കൂടിയാട്ട വിഭാഗത്തിനും ഈ അന്താരാഷ്ട്ര കൂടിയാട്ട മഹോത്സവത്തിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ വിശിഷ്ടാതിഥികളും സദസ്സിലെ സുഹൃത്തുക്കൾക്കും ഞാൻ അധികം സംസാരിക്കുന്നില്ല. പക്ഷേ ആദ്യമായി പറയേണ്ടത്, ഇന്നത്തെ ഈ ഒരു ഇവൻ്റ് ഇവിടെ നടത്താൻ, അതായത് ഫെസ്റ്റിവൽ ഓഫ് കൂടിയാട്ടത്തിൻ്റെ കർട്ടൻ റൈസർ നമ്മുടെ ഗാർഡനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിന് ഞാൻ നന്ദി പറയുന്നു കലാമണ്ഡലത്തിനോട്. അതുപോലെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിനും ഇതിനോടുകൂടി സഹകരിക്കുന്നതിനോടും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഹോർത്തസ് മലബാറിക്കസ് ഗാർഡൻ എന്താണെന്ന് ഒരു 2 വാക്ക് പറയാം. ഡോക്ടർ പൗലോസ് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു വലിയ വിഷനിലേക്ക് കിടക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ എന്നാലും എന്താണ് ഇങ്ങനെ ഒരു ഗാർഡൻ, എന്താ അതിൻ്റെ ആവശ്യം, ഇനി എന്താണ് അത് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. അപ്പോൾ പണ്ട്, അതായത് 350 കൊല്ലം മുമ്പ് ഡച്ചുകാർ കേരളത്തിൽ വന്ന് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കൊച്ചിയിൽ ഭരണം തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കേരളത്തിൽ ഒരു വലിയൊരു ഒരു നോളജ് ഉള്ളത് നമ്മുടെ വൈദ്യം ആണ്, നാട്ടുവൈദ്യം. ആയുർവേദമായിട്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, പ്യുവർ നാട്ടുവൈദ്യവും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെടികളുടെ പ്രോഡക്ട്സിനെയും കണ്ടപ്പോഴാണ് അവർ ശരിക്കും അതിശയപ്പെട്ടു പോയത്. അപ്പോൾ അന്നത്തെ കമാൻഡറായ വാൻ റീഡ്, അതായത് ഗവർണർ ജനറൽ ഓഫ് കൊച്ചി, ഡച്ച് ജനറൽ ഓഫ് കൊച്ചി, കമാൻഡർ ഓഫ് കൊച്ചി ഹെൻറിക് വാൻ റീഡാണ് അതിനൊരു ലീഡർഷിപ്പ് കൊടുത്ത് ഇങ്ങനെ ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ ലാറ്റിനിലാണ്. ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഓഫ് മലബാർ, നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ഗാർഡൻ ഓഫ് മലബാർ എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, ശരിക്കും അത് 12 വോളിയുമായിട്ട് അന്നത്തെ ഇവിടെ ഉപയോഗിച്ചിരുന്ന 742 കേരളത്തിലെ ചെടികൾ, 742 ചെടികളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഒരു 12 വോളിയുമുള്ള പുസ്തകം ഇറക്കി. അദ്ദേഹം അന്ന് തന്നെ അത് വളരെ ക്ലിയർ ആക്കിയ ബുക്കിൽ, അതായത് അദ്ദേഹത്തിൻ്റെ നോളജല്ല, ഇവിടെ കേരളത്തിലെ ഉള്ള നോളജും, അതായത് ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞൊരു വൈദ്യനാണ് അത് ലീഡ് ചെയ്തത്. അതുപോലെ കുറച്ച് കൊങ്കണി ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു, അവരുടെയും കൂടെ അവരെ ആ ടീമിൻ്റെ നോളജാണ് എന്ന് വെറുതെ പറയുക മാത്രമല്ല. ആദ്യമായിട്ട് നബി ഡോക്ടർ പൗലോസ് പറഞ്ഞ പോലെ മലയാളത്തിലെ ലക്ഷണങ്ങൾ ഒരു പുസ്തകത്തിൽ വരുന്നത് എങ്ങനെയാണ്, ഈ ഇട്ടി അച്യുതനെ കൊണ്ട് സ്വന്തം ഇതിലൊരു എഴുതി, മലയാളത്തിൽ ഒരു പേജ് എഴുതി അദ്ദേഹത്തിനെ കൊണ്ട് ഒപ്പിടിച്ച് ആ പുസ്തകത്തിലുണ്ട്. ഇപ്പോഴും ഉണ്ട്, നമുക്ക് കാണാം, അത് വായിക്കാം. ആ മലയാളം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വായിക്കാം. അപ്പോൾ അത് ഡച്ചുകാരുടെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അതായത് ഇപ്പോൾ പിന്നെ വന്ന ഇംഗ്ലീഷുകാരോ അല്ലെങ്കിൽ നമ്മുടെ നോളജ് എടുത്ത് അവരുടെ ആണെന്ന് പറയാൻ ഒട്ടും ശ്രമിച്ചില്ല. ഇത് ഇവിടുത്തെ നോളജാണ്, അതിൻ്റെ ഇന്ന ആൾക്കാരൊക്കെയാണ് അതിൽ തയ്ച്ചത്, അവരാണ് ഇത് തന്നത് എന്ന് വളരെ പബ്ലിക്കായിട്ട് പറയുകയും അത് അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു തുറന്ന മനസ്സ് അന്ന് അവർ കാണിച്ചു. അത് ഇപ്പോൾ നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല, ഈ നോളജൊന്നും. ഇതുപോലെ എത്ര നോളജ് പീസസ് നമ്മുടെ നാട്ടിൽ മിസ്സായി പോയിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ആ റെക്കോർഡിങ്ങിന് നമ്മൾ വളരെ ബാക്കായിരുന്നു, ഇപ്പോൾ പിന്നോട്ടായിരുന്നു. അപ്പോൾ ആ റെക്കോർഡ് ചെയ്ത് അതിനെ പബ്ലിസൈസ് ചെയ്യുന്നതിന് ഒരു വലിയൊരു എഫേർട്ടാണ് എടുത്തത് ഡച്ചും വാൻ റീഡുമാണ്. ഡച്ച് എന്നതിനേക്കാളും കൂടുതൽ ഒരു ഒറ്റ വ്യക്തിയാണ്. കാരണം കമ്പനി പോലും, അന്നത്തെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലും അത്ര ഇഷ്ടപ്പെട്ടില്ല ഇയാളുടെ ഇത്രയും എഫേർട്ട്, ഇത്രയും കോസ്റ്റ് ആയിരുന്നു. കാരണം വെറുതെ ഒരു പുസ്തകം ഉണ്ടാക്കുമല്ലോ, ഓരോ ചെടികളെയും കുറിച്ച് പഠിച്ച്
അന്നിവിടെ നമുക്കാണെങ്കിൽ ഒരു അതിൻ്റെ എൻഗ്രേവിങ്ങിനുള്ള സ്കിൽസ് നാട്ടിലില്ല കേരളത്തിൽ. അപ്പം അന്നത്തെ ഹോളണ്ട് നെതർലൻഡ്സിൽ നിന്ന് ആർട്ടിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ആ ഓരോ ചെടിയുടെയും ഒരു 3-4 ഡ്രോയിങ്സ് ഹൈ അക്യുറസിയിൽ, അതായത് ഇപ്പോൾ പോലും അത് കണ്ടാൽ നമ്മൾ അതിശയിച്ചു. ഇന്നത്തെ കമ്പ്യൂട്ടർ വേൾഡിൽ പോലും നമ്മൾ അന്ന് അവർ കൈകൊണ്ട് വരച്ച് കോപ്പറിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള പ്രിന്റ് കണ്ടാൽ അതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് ആരെയും ഇംപ്രസ് ചെയ്യുന്ന അത്ര ഹൈ ക്വാളിറ്റിയാണ്. ആ ചെടികളെ പോയി കണ്ടുപിടിച്ച് ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റിന് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ ഇത്. പക്ഷെ ഇതൊക്കെ അവർ ചെയ്തെങ്കിലും അന്ന് ലാറ്റിനിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ലാറ്റിൻ യൂസൊക്കെ കുറഞ്ഞപ്പോഴേക്കും ഈ പുസ്തകം ഈ പുസ്തകങ്ങൾ അധികം മാസ് റിസർച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തില്ലായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്നത് നമ്മുടെ കേരളത്തിന് അഭിമാനമുണ്ട്. നമ്മുടെ പ്രൊഫസർ മണിലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹവും. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റും കൂടെ ചേർന്നിട്ട് ഒരു 20-25 വർഷത്തെ 30 വർഷത്തോളം എടുത്തു. എഫേർട്ടായിരുന്നു. ഒരു 6000 പേജുള്ള ഈ 12 വോള്യൂം ലാറ്റിനിൽ നിന്ന് മലയാളത്തിലേക്കും ആദ്യം ഇംഗ്ലീഷിലേക്കും പിന്നെ മലയാളത്തിലേക്കും തർജ്ജമ ചെയ്ത് പിന്നെ അത് പബ്ലിഷ് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ 2 അതിൻ്റെ കോപ്പീസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ പോകുന്ന വഴി റിസപ്ഷനിൽ കയറി നോക്കിയാൽ ആ ബുക്സ് കാണണം. വെറുതെ ചട്ടാണ്ട പോരാ, ഒന്ന് തുറന്ന് നോക്കിയാൽ 2-3 പേജസ് എങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അന്ന് നടന്നിട്ടുള്ള എഫേർട്ടിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. അതായത് ഒരു കാഷ്വൽ വർക്കല്ല, ഒരു ഹ്യൂജ് സയൻറ്റിഫിക് ആൻഡ് ലിറ്റററി വർക്ക് കൂടാണ്. അത് ഇപ്പോഴും നമുക്ക് എത്രയോ ബോട്ടണിയും നമ്മുടെ കൾച്ചറും കേരളത്തിലെ പല ആൾക്കാരിൽ നിന്നൊക്കെയുള്ള എഴുത്ത് മാത്രമല്ല, ആദ്യത്തെ പടങ്ങൾ വരച്ചേക്കുന്ന നമ്മുടെ അന്നത്തെ വസ്ത്രാധാരണവും അപ്പോൾ അതെല്ലാം അതിൽ കാണാം. വേറെ ചിലപ്പോൾ പടത്തിൽ ഉദാഹരണത്തിലുണ്ട്, അത് 4 പേര് ഒരു പനയോല കൊണ്ട് നടക്കുമ്പോൾ ഒരാളുടെ കാലിൽ മന്തുണ്ട്. അതിൽ ചെറുതായി വളരെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം അത് വരച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ അന്നുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അന്നത്തെ നമ്മുടെ സോഷ്യോ കൾച്ചറൽ സൊസൈറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് അവർ കുറേ ബുദ്ധിമുട്ടും ചെയ്തു വന്നു. കാരണം അന്നോട് എത്ര ഭാഷകളാണ്. അപ്പോൾ അതിന് ഉന്നത്തെ ഒരു 100 കൊല്ലം പോർച്ചുഗീസ് ആയിരുന്നുകൊണ്ട് നമ്മളന്ന് കോർട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്, കൊച്ചി രാജവംശത്തിലൊക്കെ ഉപയോഗിക്കുന്ന പോർച്ചുഗീസാണ്. പല കാര്യങ്ങൾക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പോർച്ചുഗീസ് ഉപയോഗിക്കുന്നു. നമ്മളിവിടെ മലയാളം ഉപയോഗിക്കുന്നു. ഇതിനകത്ത് പല ഇൻഫർമേഷനും കൊങ്കിണി എന്നാണ്. അപ്പോൾ ബ്രാഹ്മണന്മാർ വന്നപ്പോൾ അത് കൊങ്കിണിയിലുള്ള ഇൻഫർമേഷനാണ്. ഇവരുപയോഗിക്കുന്നത് ഡച്ചാണ്. പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ലാറ്റിനിലാണ്. അപ്പോൾ വാൻഡ്രീൻ്റെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഈ വരയ്ക്കുന്ന ആളെ കൊണ്ടുവരും മാത്രമല്ല, ടീച്ചേഴ്സിനെയും കൊണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിനെയും കൂടി എടുത്ത് കോട്ടയത്തൊരു ലാംഗ്വേജ് സ്കൂൾ വരെ തുടങ്ങേണ്ടി വന്നു. ഇതെല്ലാം തർജ്ജമ ചെയ്ത് എല്ലാം ഈ ഭാഷകളിലേക്ക് മാനേജ് ചെയ്താക്കാനായിട്ട്. അപ്പോൾ അത്രയും ഉള്ള ഒരു വലിയൊരു സംരംഭം അന്നത്തെ ചെയ്തതും പിന്നെ പ്രൊഫസർ മണിലാൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് ഞാൻ വളരെ അടുത്താണ്. എനിക്ക് പ്ലാൻസുമായിട്ട് വലിയ ബന്ധമില്ല. ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ ഞാൻ ജെനറ്റിക്സ് ബിസിനസ്സൊക്കെ തുടങ്ങി കുറേ ജിനോംസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് പ്ലാന്റ്സിലേക്ക് ഒരു അട്രാക്ഷൻ ആയത്. പ്ലാന്റിൻ്റെ ജിനോം നമ്മുടെ ജിനോമിനെക്കാട്ടിലൊക്കെ വളരെ രസകരവും വളരെ കോംപ്ലക്സും ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് ഇങ്ങനെ ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ പറ്റി കേട്ടത്. ഞാൻ ഇവിടെ നല്ല ഗാർഡൻസ് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചെറിയ ഹോർത്തസ് മലബാറിക്കസിൻ്റെ ഓരോ സെക്ഷൻസ് ഉണ്ട്. എന്നാലും ഹോർത്തസ് മലബാറിക്കസിൻ്റെ 742 ചെടികളും ഉള്ള ഒരു സ്ഥലമില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് നമുക്ക് അങ്ങനെ ഒരു ഗാർഡൻ ഇവിടെ അടുത്താലോ ഉണ്ടാക്കിയാലോ എന്ന് വെച്ച് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയായിരുന്നു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത്. ആ ഒരു ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ചെറുതുരുത്തി ചൂസ് ചെയ്യാൻ കാര്യം. വേറെ പല മഹാത്മ്യങ്ങളുണ്ടെങ്കിലും അത് അത്ര അറിയില്ലായിരുന്നു അന്ന്. അപ്പം ഞാൻ ചോദിച്ചാലും ഞാൻ പറയും അതൊരു ആക്സിഡൻ്റലായിരുന്നു എന്ന് പറയും ഞാൻ ചെറുതുരുത്തിയിൽ വന്നത്. ഇനി അത് കഥ മാറ്റാൻ പോവാണ്. ഞാൻ പറയുന്നത് കലാമണ്ഡലം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ചെടികൾ വളർത്താനൊരു സ്ഥലം മാത്രമല്ല, അപ്പോൾ ഭയങ്കരമായ നമ്മുടെ കേരളത്തിൻ്റെ ഹിസ്റ്ററിയും കേരളത്തിൻ്റെ കൾച്ചറിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെയുണ്ട്. കലാമണ്ഡലത്തിനെ പറ്റി ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. പണ്ടേ ചെറുപ്പത്തിൽ അച്ഛൻ കഥകളിക്ക് കൊണ്ടുവന്നുകൊണ്ട് കഥകളി കണ്ട് കഥകളി രസിക്കാൻ ഉള്ള ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ കൂടിയാട്ടം എനിക്ക് വളരെ ആയിട്ട് അറിയില്ലായിരുന്നു. ഒരു 4-5 വർഷം മുമ്പാണ് ജിഷ്ണുവിനെ പരിചയപ്പെടുന്നത്. പണ്ടത്തെ സ്റ്റുഡൻ്റായിരുന്ന കലാമണ്ഡലത്തെ സ്റ്റുഡൻ്റായിരുന്നു. ഒരു വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായ ജിഷ്ണുവിൻ്റെ 1-2 പരിപാടി കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനോട് വലിയൊരു ഇഷ്ടം തോന്നി. പിന്നെ കഴിഞ്ഞ ഒരു 4-5 കൊല്ലം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഞാൻ ജിഷ്ണുവിൻ്റെ പരിപാടികൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ ജിഷ്ണു കളിച്ചിട്ടുള്ള കൂടിയാട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഫെസ്റ്റിവൽ വരുന്നെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇനിയിപ്പോൾ പല ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്യുന്ന കാണാമല്ലോ. അപ്പോൾ ജിഷ്ണുവിനെ അത്യാവശ്യം കുറ്റം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ ഈവൻറ്റ്സ് എല്ലാം കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കൂടിയാട്ടം മാത്രമല്ല, ഇത് ഫെസ്റ്റിവൽ ഓഫ് കൂടിയാട്ടം എന്ന് പറയുന്നുണ്ടെങ്കിലും ചാക്യാർകൂത്തും നങ്ങിയാർകൂത്തും പടയണിയും അങ്ങനെ പല പ്രോഗ്രാംസ് ഉള്ള 5 ദിവസത്തെ ഒരു വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഗവൻസ് ആണെന്ന് തന്നെ പറയാം. ഒരേ ഒരു പരാതി മാത്രമേ എനിക്ക് കലാമണ്ഡലത്തിനോടുള്ളൂ.
ഇത് ശരിക്കും ഒരു 6 മാസം, ഒരു കൊല്ലം മുമ്പോ പൊട്ടിഘോഷിക്കേണ്ട ഒരു വലിയ എഫേർട്ടാണ്. അതിപ്പോൾ നമ്മൾ ഈ ചെറിയ 3 മാസം കൊണ്ട് ചെയ്യുമ്പോൾ അതിനൊക്കെയുള്ള ഒരു ഗ്ലോബൽ പബ്ലിസിറ്റി നമുക്ക് കിട്ടാൻ വിഷമമാണ്. പക്ഷേ എന്തായാലും നല്ലൊരു തുടക്കമാണ്. അതിപ്പോൾ പബ്ലിസിറ്റി അടുത്ത പ്രാവശ്യം ആകുമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ബേസ് ഇത് നമുക്ക് ലേ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ കലാമണ്ഡലത്തിന് ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ നടത്താനും കൂടിയാട്ടത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 60 വർഷത്തെ ആ ഒരു സെലിബ്രേറ്റ് ചെയ്യാനും റിട്ടയർ ചെയ്യുന്ന പഴയ എക്സ്പേർട്സിനെ ആദരിക്കാനും റിട്ടയർമെൻറ്റ് പക്ഷേ എന്നെ പോലെയാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് റിട്ടയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ പോലെ ചിലർ എന്ന് റിട്ടയർ ചെയ്താലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അതേപോലെ തന്നെ ഗുരുനാഥനും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതോടുകൂടി ഈ ഇവൻറ്റിൻ്റെ കർട്ടൻ റേസറായിട്ട് കണക്കാക്കുന്നു. നമുക്ക് വേണമെങ്കിൽ വിളക്ക് എത്തിക്കാം അല്ലേ? താങ്ക് യു. വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്ന ഒരു നിമിഷമാണിത്. ഞങ്ങളുടെ വളരെ കാലത്തൊരു മോഹമാണ് കൂടിയാട്ട വിഭാഗത്തിന് അല്ലെങ്കിൽ കൂടിയാട്ട കലയ്ക്ക് ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു ഉന്നതി കലാമണ്ഡലത്തിലൂടെ തന്നെ കൈവരണം എന്നുള്ളത്. പ്രത്യേകിച്ച് പൗലോസ് മാഷും നമ്മുടെ VC എല്ലാവരും സംസാരിച്ചതുപോലെ കലാമണ്ഡലമാണ് കൂടിയാട്ടത്തെ ഇന്നത്തെ നിലയിലേക്ക്, ലോകോത്തരമായ നിലയിലേക്ക് ഉയർത്തിയത് എങ്കിലും ഇടക്കാലത്ത് കലാമണ്ഡലത്തിൻ്റെ ദൗർഭാഗ്യവശാൽ ചില ശോഷണങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലെഗസി വീണ്ടെടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോരുത്തരുടെയും മോഹമായിരുന്നു. അതിൻ്റെ ഒരു മോഹത്തിൻ്റെ ആദ്യത്തെ ഒരു പടിയാണ്, ആദ്യത്തേത് മാത്രമാണ്. തുടർന്നും ഇതിലും ഭംഗിയായിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മോഹം. അപ്പോൾ അത് ഇത്തരത്തിൽ സഫലമാക്കിയതിൽ ഞങ്ങളുടെ രജിസ്ട്രാറോടും വൈസ് ചാൻസലറോടും ഞങ്ങളുടെ ഗുരുക്കന്മാരോടുമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോടുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ന് കർട്ടൻ റേസർ മാത്രമായിട്ടുള്ളൂ. ഇനി 5 ദിവസം ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. ഇനിയുള്ള 5 ദിവസം അത് ഭംഗിയായിട്ട് കലാശിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെല്ലാവരുടെയും ഒരു സഹകരണം ആവശ്യമാണ്. പിന്നെ ഞാൻ ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ കലാമണ്ഡലത്തിലെ വിവിധ വകുപ്പുകളിലെ അധ്യാപകരും മേധാവികളും എല്ലാവരും, ഞങ്ങൾ ഓരോരുത്തരും ുള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരോടും വളരെ സന്തോഷം. ഇനിയുള്ള 5 ദിവസങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ്. 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ ഗിരിജ ടീച്ചറെയും ഉണ്ണിയാശാനും തീർച്ചയായിട്ടും കലാമണ്ഡലം ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കൂടിയാട്ട ചരിത്രത്തിൻ്റെ തന്നെ ഭാഗഭാക്കുകളാണ് ഈ ഗുരുനാഥന്മാർ. അപ്പോൾ ടീച്ചറും ഉണ്ണിയാശാനും 2 വാക്കിവിടെ സംസാരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സന്തോഷവും അറിയിക്കുന്നു. എന്താണെന്നൊക്കെ 75 വർഷം മുമ്പ് ഈ ഗുരുനാഥൻ ഈ കല പുറത്തിറക്കി. ശേഷം 60 വർഷമായിട്ട് 60 വർഷമായി കലാമണ്ഡലത്തിൽ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് എനിക്കും എന്നെപ്പോലെയുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാനും കാണാനും കാണിക്കാനും ഒക്കെ സാധ്യമായത്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എഴുതുന്നവർക്കും, നമുക്ക് കൊട്ടുന്നവർക്കും, നമ്മൾ കാണിക്കുന്നവർക്കും എല്ലാവർക്കും, ഇത് ആസ്വദിക്കുന്നവർക്കും ഉണ്ടാവണം എന്ന് മാത്രമേ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എന്നും ഉണ്ടാവണം എന്ന് മാത്രം ഞാനിപ്പോൾ ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പതഞ്ജലിയും പാണിനിയും സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയും ഗുരുഭ്യോ നമഃ.
നേരത്തെ സ്വാഗതം എന്താ പറഞ്ഞാൽ അധികം പേരോർമ്മില്ല. ഇന്നത്തെ സായം സന്ധ്യ എന്ന് പറഞ്ഞു. ഇന്നത്തെ എല്ലാം കലാമണ്ഡലത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കണം. എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ എന്നെ വിളിച്ചതിൽ ഇപ്പോൾ 2 വാക്ക് പറയാൻ സാധിപ്പിച്ചതിൽ ഗുരുനാഥന്മാരെ സ്മരിക്കണം. ഇന്നത്തെ വേദി തന്നെ കേമാണ്. അതായത് മുമ്പത്തെ വൈസ് ചാൻസലർ, ആദ്യത്തെ കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലർ, പിന്നെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ രാജേഷ് കുമാർ സാറ്, ഇതിനൊക്കെ പുറമെ കിരീടം അഴിക്കുക എന്നൊക്കെ പറഞ്ഞ വിഡ്ഢിത്തോ അല്ലെങ്കിൽ ദേഷ്യം, ഞാൻ സ്വാതന്ത്ര്യമായിട്ട് പറഞ്ഞ ആളാണ്. അങ്ങനെ ഇപ്പോൾ വയസ്സായി എന്നൊക്കെ നടിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആദരണീയമായിട്ടുള്ള ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും എൻ്റെ ഗുരുദാസ സ്ഥാനവും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കൂടിയാട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പത്മശ്രീ വിരാജിതനായിട്ടുള്ള ശിവേട്ടൻ, ഞാൻ അപൂരിന്ന് വിളിച്ച ശീലം. അതിലൊക്കെ ഉപരി ഇന്നത്തെ ഈ സന്ധ്യ ഇവിടേക്കാക്കിയത് സന്ധ്യയുടെ പേര് സന്തോഷം. എനിക്ക് മുഴുവൻ അറിയില്ല, ഞാൻ പാത്തിയായിട്ട് കാണുകയാണ്. സന്തോഷമായി. ഈ കൂടിയാട്ടത്തിലെ വിവാദം, വിനോദം, അശനം, രാജസേവ, പിന്നെ പുരുഷാർ വഞ്ചനപ്പം നടപ്പില്ല. ഈ പണ്ട് ഈ അതിലൊരു ഭാഷയുണ്ട്, ഞാൻ കുറേശ്ശെ കൂത്തൊക്കെ പറഞ്ഞ അതുകൊണ്ട് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഈ നെടുമ്പറയിൽ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ ആശംസിക്കുകയാണ്. അതായത് ബഹുമാനപ്പെട്ട സന്തോഷ് സാറ് പറഞ്ഞ സസ്യ വിഷയങ്ങൾ. അപ്പോൾ 2 മിനിറ്റേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള ആശയമൊന്നും ഞാൻ ഒന്നും ഉദ്ദേശിച്ചൊന്നുമല്ല, വിളിച്ചപ്പോൾ ഒന്നും മാത്രമില്ലെങ്കിൽ അത് അർത്ഥവത്താവണല്ലോ. ചാക്യാരാശനടുത്ത് പഠിക്കുമ്പോൾ അഥ ഔഷധി വർഗം എന്ന് പറഞ്ഞു. സംസ്കൃതത്തിൽ അമരോപക്ഷത്തിൽ ഔഷധി വർഗം. അപ്പോൾ എന്നോട് പറഞ്ഞു, നാരായണൻ ഞാൻ ഒരുമിച്ചിരിക്കുകയാണ്, അത് താൻ നോക്കണ്ട, അത് വല്ല വൈദ്യന്മാരും നോക്കിക്കോളും. ഇവർ കൂത്തിൻ്റെയൊക്കെ ആകുമ്പോൾ വിമർശന പറയുക, ഈ രസികത്വമായിട്ടുള്ള വാക്കുകളോ അതിൽ വയക്കോ കൊണ്ട് നമ്മളുടെ പട്ടായപ്പരുടെയോ 4 കെട്ടിൻ്റെയോ മുറ്റത്ത് തെക്ക് ഭാഗത്തുള്ള വയക്കോ കൊണ്ടിട വടക്കോട്ട് പോയതോ പടിഞ്ഞാട്ട് പോയോ വേര് കണ്ടുപിടിക്കൽ വൈദ്യന്മാരായിക്കോട്ടെ, താൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷമായിട്ടൊരു വാക്ക് പറയണ്ടായി. 60-ാം പിറന്നാളിന് ഈ നെടുമ്പരയിലെ വൈദ്യവിഭാഗത്തിൻ്റെ മരുന്ന് ചെടികളുടെ നടുക്ക് വെച്ച് എന്താ കർട്ടൻ പൊന്തിക്കാന്ന് സാധ്യത എന്തായാലും പാത്തൊന്നല്ല, അതിലുള്ള ഒരു സമ്മേളന സദസ്സ് ചിത്രീകരിച്ചതിന് കലാമണ്ഡലത്തിനോടും കൂടിയാട്ട വിഭാഗത്തിനോടും സന്തോഷം നല്ലോണ്ട്. മാത്രമല്ല പൗലോസ് മാഷ് ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് വന്നപ്പോൾ തന്നെ കൂടിയാട്ടക്കാരൻ പൗലോസ് ചാക്യർ എന്ന് പറയട്ടെ വിശേഷിപ്പിക്കുന്നത്. പണ്ട് അപ്പുട്ടതായ സാറോട് എല്ലാവരും ഇപ്പോൾ അപ്പുട്ടചാക്യരെ പറഞ്ഞേ. ഇപ്പോൾ അദ്ദേഹം 80-ാം പിറന്നാൾ ആഘോഷിച്ചു. ദൈവത്തെ എനിക്ക് ഈ മോഹം ഉണ്ടാകാൻ സാധിച്ചില്ല. അതിന് കുറച്ച് പരിഭവവും വിഷമവും സന്തോഷവും. വയസ്സൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് മുമ്പിൽ ശിവേട്ടൻ നടിക്കുമ്പോൾ നേരത്തെ മാഷും പറഞ്ഞു, സന്തോഷ് സാറും പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെൻ്റൊന്നുമല്ല. റിട്ടയർമെൻ്റായി കഴിഞ്ഞാൽ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കണം. അത് ശിവേട്ടന് കുറച്ച് കാലിൻ്റെ വയ്യായില്ലെന്ന് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് പറഞ്ഞു. എന്തായാലും ഈ സായം സന്ധ്യ ഇവിടെ ഈ നെടുമ്പരയിൽ തന്നെ തുടങ്ങിയതിൽ ഇന്ത്യൻ നായ്ക്കരപ്പൻ്റെ 12-ാം സദ്യം ആയിരിക്കണം. ഇതിൻ്റെ ആശയം വിട്ടുപോയതാണ്. എല്ലാ വിഭവങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള വിഭവം ഭക്ഷണത്തിൽ. അപ്പോൾ ഒരു കൊല്ലത്തെ നീണ്ട കാർഷികോൽപ്പന്നങ്ങൾ മുഴുവനും ശേഖരിക്കപ്പെട്ട് ചേനയിലും ഇല്ല, കായയിലും ഇല്ല, പഴയിലും ഇല്ല, പിന്നെ എന്താ പയറായാലും ഇല്ല, വെണ്ടയിലും ഇല്ല, വഴുതിനയിലും ഇല്ല, ചക്കയിലും ഇല്ല, മാങ്ങയിലും ഇല്ല, തേങ്ങയിലും ഇല്ല, എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഒരു വർഷത്തെ വാർഷിക വിള, അത് മുഴുവനും സമാഹരിക്കപ്പെട്ട് ആ ദിവസത്തെ ഭക്ഷണത്തിലേക്ക് പാചകം ചെയ്യുന്ന പല കറികളും ഷഡ്രസങ്ങൾ, എഴുവ, പുളി, ഉപ്പ, ചമർപ്പ എല്ലാം കൂടി സമ്മേളിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആ ഇന്ത്യൻ നായ്ക്കരപ്പം മരിച്ചിട്ട് അതിൻ്റെ അടിയന്തര സദ്യ 1-ാം വാർഷിക ആഘോഷിക്കുന്ന ആ ഭക്ഷണമാണ് എല്ലാ ഭക്ഷണത്തേക്കാൾ കേമമെന്ന് അശനം എന്നുള്ള ആ വിഷയത്തിൽ കേമായിട്ട് പുരുഷാർത്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകം. ഈ ബ്രാഹ്മണ സദ്യയാണ്. ഇപ്പോൾ ജാതി മതമൊന്നും പറയാൻ പാടില്ല, എങ്കിലും നമുക്ക് രാഷ്ട്രീയത്തിയും ജാതി മതമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ അന്യജാതിക്കാരനാണ്. അതായത് ഈ ലോകത്തിൽ ആദ്യത്തെ മിഴാവുകാരനായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. എന്നെ എപ്പോഴാവും എന്നൊക്കെ പറഞ്ഞ പരിഹാസം നേരത്തെ പറഞ്ഞല്ലോ, പല പരിഹാസത്തിനും പാത്രമായതിൽ ഒന്ന് ഞാനാണ്.
എല്ലാവരുടെയും ഇത് പിടാവ് മിഴാവ് എന്നുള്ള ഭാഷ തന്നെ മാറ്റി പിടാവുകയാണെന്നൊക്കെ. അപ്പോൾ അതിൽ എന്താ പറയുക, ആ നെടുമ്പറയിൽ ബ്രാഹ്മണരെല്ലാവരും കൂടി ഇരുന്നിട്ട് നല്ല നല്ല ഭക്ഷണം, ബ്രാഹ്മണ സദ്യയാണ് പണ്ട് പറയുക, ഇപ്പോഴത്തെ എല്ലാം പറഞ്ഞ പണ്ടത്തെ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ച് തൊടയോട് തൊട തിക്കി തിരക്കി ഓണപ്പള്ളിക്കൊക്കെ വിട്ട് വിളമ്പി തന്ന് ഭക്ഷിച്ച് പരമ തൃപ്തിയായിട്ട് പഞ്ചാര പായസം, അടപ്രഥമനും പഴപ്രഥമനും ചക്കപ്രഥമനും എന്തൊക്കെ പ്രഥമനനുസരിച്ചൊക്കെ കഴിച്ച് പിന്നെയും വായിക്ക് കോരി ഒഴിച്ച് എഴുന്നേൽക്കാൻ വയ്യാണ്ട അവസ്ഥയിൽ കഴിഞ്ഞാൽ കൈ പിടിച്ച് എഴുന്നേൽക്കുമ്പോൾ ഈ നേരമ്പോക്കായിട്ട് പറയുമ്പോൾ കാലിൻ്റെ മടമ്പ് പൃഷ്ഠഭാഗത്തേക്ക് വെച്ച് ആശീർവദിക്കണം. അതായത് ആശീർവദിക്കുന്ന സമയത്ത് ഒരു വാക്കാണ്, ഈ നെടുമ്പറയിൽ തന്നെ അടുത്ത വർഷവും ഇതുപോലൊരു സദ്യ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. കേൾക്കുമ്പോൾ സുഖമുണ്ടെങ്കിലും ആ വിഷയത്തിലേക്ക് അന്ന് ആ സമയത്തൊരാൾ മരിച്ചാലേ പിന്നത്തെ കൊല്ലം ഈ ഇന്ത്യൻ നായക്കരപ്പൻ്റെ 12-ാം മാസം സദ്യ പോലെ ആവുള്ളൂ. ഇത് പറയാനുള്ള കാരണം നെടുമ്പറ എന്നുള്ള പ്രദേശം, നെടുമ്പറയിലെ ഈ നല്ലൊരു സത്യം പറയുകയാണെങ്കിൽ സാറെ ക്ഷമിക്കണം, എൻ്റെ കലാമണ്ഡലമാണ്. എനിക്ക് അസൂയ തോന്നുന്നു, ഇതുപോലൊരു അന്തരീക്ഷം സാറൊക്കെ ഉത്സാഹിച്ചിട്ട് കലാമണ്ഡലത്തിൽ ഒന്ന് ആക്കി തീർക്കണം. ഞങ്ങളൊക്കെ പോകുന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള ഇംഗ്ലീഷും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഔദ്യോഗികവും ആയുസ്സും ആരോഗ്യവും അതിൻ്റെ ഭാവനയൊക്കെ ഉണ്ടാവുകൊണ്ട് സാറിൻ്റെ ഉത്സാഹത്തോട്ട് ഇതുപോലൊരു ഭാവനയോട് കൂടിയിട്ട് എന്താ പറയുക സഹിക്കില്ല. അതുകൊണ്ടാണ് അത്ര നല്ലൊരു അന്തരീക്ഷത്തിലുള്ള ഒരു പൗലോസ് മാഷ് ഇപ്പോഴാണ് പഴയ കലാമണ്ഡലമൊക്കെ വൃത്തിയാക്കി. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ് ഒന്നും കൂടി അത് വികസിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കണം. ഈ നെടുമ്പരയിൽ വെച്ച് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം ഉണ്ടെങ്കിലും ഈ 60-ാം പിറന്നാൾ ഇപ്പോൾ ഈ സന്ധ്യയ്ക്ക് കൂടിയ പോലെ, അതിൻ്റെ തുടക്കം കൂടിയ പോലെ എല്ലാ വർഷവും അല്ല, എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇതുപോലെ നെടുമ്പരയിൽ കൂടിയാട്ടത്തിൻ്റെ ആ കൂട്ടായ്മ സംഭവിക്കാൻ ഇടവരട്ടെന്നും ഭാവി തലമുറയിലെ യുവകലാകാരന്മാരും വിദ്യാർത്ഥികൾക്കും ഉത്സാഹം, വളരെ ജോലിയില്ലാതെ കൊണ്ടും ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന അനവധി കൂടിയാട്ടത്തിലെ എല്ലാ കലയും ഉണ്ടെങ്കിലും കൂടിയാട്ടത്തെ കുറിച്ചധികം അവർക്കൊക്കെ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ക്ഷണിച്ചതിലെ കലാമണ്ഡലത്തിനോടും കൂടിയാട്ട വിഭാഗത്തിനോടും ഈ നെടുമ്പരയിലെ സന്തോഷ് സാറിനോടും മറ്റ് ഇവിടുത്തെ ജീവനക്കാരോടും എല്ലാവരോടും അതൊക്കെ ഉപരി ആസ്വാദക വൃന്ദത്തിനോടും, അതായത് ആസ്വാദകരില്ലാതെ കണ്ട് കലയില്ല. മഹാദേവൻ മോഹിനി വേഷം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ട് കൈലാസത്തിലേക്ക് മഹാവിഷ്ണുവിൻ്റെ മോഹിനി വേഷം കാണാൻ വേണ്ടി പോയപ്പോൾ ജയവിജയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിച്ചു പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കഥയുണ്ട്. ഞാൻ കഥയൊന്നും പറയണില്ല. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ജയനും വിജയനും ലക്ഷ്മി ഭഗവതി ഒക്കെ കൂടിയിട്ട് അവിടുന്ന് മഹാദേവൻ അവരെയും സമ്മേളിച്ച് ബഹുമാനിച്ച് സൽക്കരിച്ച് പൂജിച്ചു എന്നാണ്. മാതിരി ഇവിടെ സദസ്സാണോ കേമം, രംഗപ്രദേശമാണോ കേമെന്ന് അർത്ഥവത്താക്കി തീർക്കാൻ ഈ 5 ദിവസങ്ങളിൽ മാത്രമല്ല ഓരോ ആഴ്ചകളിലും സാധിപ്പിക്കാൻ ഇടവരുത്തട്ടെ എനിക്ക് ആക്കിയരാശ. മറ്റുള്ള ആചാര്യന്മാർ അവരുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവേട്ടന് കൈലാസോദ്ധരണം പാർവീഹവും കഴിഞ്ഞാൽ വീണ്ടും അതുപോലുള്ള വിഷയങ്ങളിൽ വ്യാപരിക്കാൻ മനസ്സിൻ്റെ ഇപ്പോഴത്തെ ശ്രദ്ധ കൂടുതൽ പതിയാനിടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ 5 ദിവസത്തെ ഫെസ്റ്റിവലിന് അതിമനോഹരമായിട്ടുള്ള ഒരാരംഭം, ശുഭാരംഭം ഒരുക്കി തന്ന സന്തോഷ് സാറിനോട്, സാറിൻ്റെ ഈ കൂടിയാട്ടത്തിലേക്കുള്ള ഈ വരവ് ഒരു നിയോഗമാണോ? ചില നിയോഗങ്ങളുണ്ടല്ലോ ചില ആളുകളുടെ വരവ്, അതിന് എന്തൊക്കെയോ ഭാവിയിൽ കൂടിയാട്ടത്തിന് ശ്രേയസ്കരമായി സംഭവിക്കാനുണ്ട്. അതിന് ആ പ്രതീക്ഷയോടുകൂടി സ്വപ്നങ്ങളോടുകൂടി അതിമനോഹരമാക്കി തന്ന ഈ സന്ധ്യയ്ക്ക് സാറിനോടും ഈ ഹോർത്തൂസ് മലബാർ ക്വിസിൻ്റെ എല്ലാ ടീം അംഗങ്ങളോടും, എനിക്കറിയാം എത്ര ഈ ഫെസ്റ്റിവലിനെ പറ്റി ആദ്യം ചിന്തിച്ച് തുടങ്ങിയപ്പോൾ മുതൽക്ക് അരുൺ സാറടക്കം സാം സാറടക്കം ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കൂടുകയും ഈ പരിപാടി നമ്മൾ കലാമണ്ഡലം ഇതിന് പബ്ലിസിറ്റി കൊടുക്കുന്ന പോലെ തന്നെ സമാന്തരമായിട്ട് സാറിൻ്റെ ഒരു സംഘം ഇതിന് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തെ മായാസീതാംഗത്തിൻ്റെ അടക്കം നല്ലൊരു ബ്രോഷർ എന്ന് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കുന്ന സാറിനോടും ഈ ഹോർത്തൂസ് മലബാർ ക്വിസിൻ്റെ സംഘത്തിനോടും
ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളുടെ എല്ലാ പ്രചോദനമായിട്ടുള്ള വൈസ് ചാൻസലർ രജിസ്ട്രാർ, മാർഗദർശിയായിട്ടുള്ള പൗലോസ് മാഷ്, ശിവനാശൻ, ഗുരുനാഥനായിട്ടുള്ള ശിവനാശൻ, വിജയ ടീച്ചർ, ഈശ്വന്യാശൻ, അച്ഛാശൻ, വന്നിട്ടുള്ള എല്ലാ മറ്റു ഗുരുനാഥന്മാരോടും കലാസ്നേഹികളോടും കലാമണ്ഡലത്തിലെ അധ്യാപകരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ യോഗ അവസാനിക്കുന്നു. അടുത്തത് കലാമണ്ഡലത്തിൻ്റെ ഋതുമണ്ഡല എന്ന ഒരു വാദ്യ സമന്വയമാണ്. മിഴാവും ചെണ്ടയും മദ്ദളവും തിമിലയും ഇടയ്ക്കയും എല്ലാ വാദ്യങ്ങളും ചേർന്ന കലാമണ്ഡലത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് ആസ്വദിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയും കൂടി ചെയ്യുന്നു. നന്ദി, നമസ്കാരം.